കരിമ്പനാൽ ജോർജ് കുര്യൻ എന്ന വ്യക്തി സഹോദരനെയും അങ്കിളിനെയും വെടിവെച്ച് കൊന്ന കേസിലെ വിധി ഇന്ന് കോടതി പറയുന്നു. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് ശ്രീ നാസറാണ് വിധി പറയുന്നത്. കേസിന്റെ രത്നച്ചുരുക്കെല്ലാം കേരളത്തിലുള്ള ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. കരിമ്പനാൽ എന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളിയിലെ പ്രശസ്തമായ പുരാതന കുടുംബമാണ്. പൊട്ടംകുളം എന്ന് പറയുന്നതും അവിടുത്തെ പ്രശസ്തമായ പുരാതന ക്രിസ്ത്യൻ കുടുംബങ്ങളാണ്. കരിമ്പനാൽ ജോർജ് കുര്യൻ 54 വയസ്സ് ഉള്ള വ്യക്തി കുടുംബത്തിലെ വസ്തുക്കൾ പാകം ചെയ്ത കാര്യത്തിൽ തർക്കമുണ്ടായി. ആ തർക്കം കുറെ നാളുകളായിട്ട് അവിടെ നിലനിന്നു. അത് പരിഹാരം ഉണ്ടായില്ല. തനിക്ക് ഇനിയും വീട്ടിലെ സ്വത്ത് വിട്ടുകിട്ടണം എന്ന് അയാൾ വാങ്ങിച്ചുകൊണ്ട് പോയത് മാത്രമല്ല, ഇനിയും വിട്ടുകിട്ടാനുണ്ട് എന്നുള്ള വാദഗതി ഉന്നയിച്ച് തർക്കമായിരുന്നു. കുറെ നാളുകളായിട്ട് പരസ്പരം അനിയനും അമ്മയുടെ സഹോദരൻ പൊട്ടംകുളം മാത്യൂസ് കറിയ അവരൊക്കെ ആയിട്ട് തർക്കങ്ങൾ നീണ്ടു നിന്നു. പരിഹാരം ഉണ്ടായില്ല. അതിനൊടുവിൽ 2022 മാർച്ച് 7 പ്രതിയായ ജോർജ് കുര്യൻ, കരിമ്പനാൽ ജോർജ് കുര്യൻ വിദേശ നിർമ്മിതമായ തൻ്റെ തോക്കുമായി കുടുംബ വീട്ടിൽ ചെന്നു. അനിയനുമായിട്ട് തർക്കമായി, അമ്മയായിട്ട് തർക്കമായി. തൻ്റെ കൈവശം ഇരുന്ന വിദേശ നിർമ്മിത തോക്കുപയോഗിച്ചിട്ട് അനിയനെ വെടിവെച്ച് കൊന്നു. വീട്ടിനകത്ത് വെച്ച് തന്നെ വെടിവെപ്പ്. അമ്മയുടെ സഹോദരൻ മാത്യൂസ് കറിയ പൊട്ടംകുളം, അദ്ദേഹം ഇത് തടസ്സം പിടിക്കാനായിട്ട് ഇടയ്ക്ക് കയറി അദ്ദേഹത്തിനെയും വെടിവെച്ച് വീഴ്ത്തി. വിദേശ നിർമ്മിതമായ ആ പിസ്റ്റലിനകന്നാണ് വെടിയുണ്ടകൾ പോയത്. ജോർജ് കുര്യന്റെ സഹോദരൻ രഞ്ജു കുര്യൻ ആ സ്പോട്ടിൽ മരിച്ചു. പ്രതിയുടെ അങ്കിളിനെ മാത്യൂസ് കറിയായ 78 വയസ്സുള്ള വ്യക്തിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ മരണപ്പെട്ടു. കാഞ്ഞിരപ്പള്ളിയിലെ പ്രശസ്തമായ 2 കുടുംബങ്ങളിലുണ്ടായ ഈ സംഭവം കേരളത്തിലെ ക്രിസ്ത്യൻ കുടുംബങ്ങളെല്ലാം ചർച്ചയായി. അതിപുരാതനമായ ക്രിസ്ത്യൻ കുടുംബാംഗങ്ങളാണ് കരിമ്പനാക്കാരും അതുപോലെ പൊട്ടംകുളംകാരും. അവിടെയാണ് ഈ തർക്കം ഉണ്ടായതും സ്വന്തം സഹോദരനെയും അങ്കിളിനെയും വെടിവെച്ച് കൊന്നത്. കോടതിയിലെ പല സാക്ഷികളും ഹോസ്റ്റലിലായി. ആ കുടുംബാംഗങ്ങൾ പലരും മറുകണ്ഠം ചാടി. എങ്കിലും ആ വീട്ടിലെ ഡ്രൈവറും ജോലിക്കാരിയും അവിടുത്തെ അവരുടെ വസ്തുക്കൾ നോക്കുന്ന ആളും 3-4 പേര് ആ സംഭവം കണ്ടു. അവർ വാതിൽ ഉറച്ചു നിന്നു. ഇതിനകത്ത് ഇടപെടാൻ ശ്രമിച്ച ആൾക്കാരെ വീണ്ടും വെടിവെപ്പ് ഉണ്ടാവുമെന്ന് ഭയപ്പെട്ട് ഇദ്ദേഹത്തിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവരുടെ നേരെ തോക്കുയർത്തി അവരെ ഭീഷണിപ്പെടുത്തി കൊല്ലാൻ അവരെയും ശ്രമിച്ചു. ആദ്യത്തെ കേസ് നമുക്കറിയാം. ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ജീവപര്യന്തോ ഉറപ്പ്, ലൈഫ് ഇംപ്രിസൺമെന്റിലോട്ട് പോകും. തൊട്ടടുത്ത് നിന്ന അങ്കിളിനെയും വെടിവെച്ച് കൊന്നു. രണ്ടാമത്തെ ലൈഫ് ഇംപ്രിസൺമെന്റ് ആയി. ഇതൊരു പ്രീ പ്ലാൻഡ് മർഡർ ആണ് എന്നാണ് കോടതിയിലെ ലഭിച്ച തെളിവ്. കാരണം പ്രതിയായ ജോർജ് കുര്യൻ തൻ്റെ സഹോദരിയുടെ അടുത്ത് പറഞ്ഞു, ഈ പ്രശ്നം പരിഹരിച്ചില്ലെന്ന് നാളെ ഞാൻ വെടിവെച്ച് കൊല്ലും എല്ലാത്തിനെയും. അത് വാട്സാപ്പിൽ കൂടെ ആയിരുന്നു. ആ ഇൻഫർമേഷൻ പിന്നീട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എങ്കിൽ എറണാകുളത്തെ ഫോറൻസിക് സയൻസ് ലാബറട്ടറി വിദഗ്ധർ ഡിലീറ്റ് ചെയ്ത വാട്സാപ്പ് സന്ദേശം അത് റിട്രീവ് ചെയ്തു, അത് വീണ്ടെടുത്തു. അത് വളരെ വൈറ്റലായ ഒരു എവിഡൻസ് ആണ്. ഇതൊരു പ്രീ പ്ലാൻഡ് മർഡർ ആണ്. തൻ്റെ സഹോദരനെ കൊല്ലും എന്ന് പറഞ്ഞത് സഹോദരിയുടെ അടുത്താണ്. ആ വോയിസ് റിട്രീവ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. തെളിവുണ്ട്. പ്രീ പ്ലാൻഡ് മർഡർ എന്ന് ഉറപ്പ്. കൊല്ലാൻ നിശ്ചയിച്ചുറച്ചിട്ട് വന്നതാണ്. അബദ്ധവശാലുണ്ടായ ഒരു മർഡർ അല്ല. അവർ തമ്മിലുള്ള വഴക്കിനിടയിലുള്ള ക്ഷോഭത്തിൽ പെട്ടെന്നുണ്ടായ ഒരു അതിക്രമമാണ് എന്ന് പറയാനും പറ്റില്ല. ആളെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചാണ് ആ വീട്ടിലേക്ക് സ്വത്തിന്റെ കാര്യമെന്ന് ചോദിക്കാൻ വന്നത്. അത് തെളിവായി.
അങ്ങനെയുള്ളവർക്ക് ലൈഫ് ഇംപ്രിസൺമെന്റ് കൊടുത്താൽ ഒതുങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് കോടതി അത് തീർച്ചയായിട്ടും ഇപ്പോൾ പറയും. ഇതിനെ ശിക്ഷയുടെ കാര്യത്തെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പ്രതിയുടെ അടുത്ത് ചോദിക്കും. പ്രതിയുടെ അതിനെന്തെങ്കിലും ആർഗ്യുമെന്റ് ഉണ്ടെങ്കിൽ പ്രതിയുടെ വക്കീലിൽ നിന്ന് പറയാം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ലൈഫ് ഇംപ്രിസൺമെന്റിൽ ഇത് നിൽക്കുമെന്ന്. 2 കൊലപാതകമാണ്. അത് പെട്ടെന്നുണ്ടായ ഒരു ചേതോവികാരം കൊണ്ടുണ്ടായതല്ല, സഡനായിട്ട് തോന്നിയതല്ല. ഇത് പ്രീ പ്ലാൻഡ് ആണ്. കോടതിയിൽ വന്നിരിക്കുന്ന തെളിവനുസരിച്ച് വിദേശ നിർമ്മിതമായ ഈ പിസ്റ്റലിൽ നിന്ന് മാത്രമാണ് 6 വെടിയുണ്ടകൾ, അവരുടെ ദേഹത്തുനിന്ന് കണ്ടെടുത്ത വെടിയുണ്ടകൾ ഈ വിദേശ നിർമ്മിതമായ തോക്കിൽ നിന്ന് തന്നെ പോയതാണെന്ന് ഹൈദരാബാദിലെ സെൻട്രൽ ഫോറൻസിക് അസിസ്റ്റന്റ് ഡയറക്ടർ SS മൂർത്തി കോടതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. വേറെ ഒരു തോക്കിൽ നിന്നും ഈ ഉണ്ട വരാൻ ഒക്കില്ല. കാരണം ഇത് ഈ വിദേശ നിർമ്മിതമായ ഈ പിസ്റ്റലിന് ഉള്ളിൽ നിന്ന് മാത്രമേ ഈ വെടിയുണ്ട പുറത്തു വരാൻ ഒക്കുള്ളൂ. അങ്ങനെ പുറത്തു വന്ന വെടിയുണ്ടയാണ് അവരുടെ ശരീരത്തിൽ നിന്ന് ലഭിച്ചത്. ഈ പിസ്റ്റലിനകത്തുള്ള ആ ബാരലിനകത്തുള്ള സ്ട്രേഷൻസ്, അതിൻ്റെ സമാന രീതിയിലുള്ള മാർക്ക് വെടിയുണ്ടയിലുണ്ട്. അത് ഫോറൻസിക് കൃത്യമായി ഈ തോക്ക് തന്നെയാണ് കൊല്ലാൻ ഉപയോഗിച്ചതെന്ന് തെളിയിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ വെടിവെപ്പ് സമയത്ത് ഈ ലൈസൻസ് തോക്ക് പ്രതിയുടെ കൈവശമായിരുന്നു. അത് പോലീസ് പ്രതിയുടെ കൈവശത്ത് തന്നെ റിക്കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസിന് നല്ല കോൺക്രീറ്റായ എവിഡൻസ് ഉണ്ട്. കഠിനമായ കടുത്ത ശിക്ഷ തന്നെ കോടതി കൊടുക്കും. ജീവപര്യന്തത്തിൽ ഇത് നിൽക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. കാരണം ഇത് വധശിക്ഷയ്ക്ക് തീർച്ചയായിട്ടും കോടതി പണിഷ്മെന്റ് കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം അറസ്റ്റ് ചെയ്ത ശേഷം കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചു. ജാമ്യം ലഭിച്ചില്ല. കഠിനമായ ക്രൂരമായ കൊലപാതകമാണ് എന്ന് ഹൈക്കോടതിയും സുപ്രീം കോടതിയും കണ്ടു. അതുകൊണ്ട് ട്രയൽ മുഴുവൻ ഫേസ് ചെയ്ത് ജയിലിൽ കിടന്നുകൊണ്ടാണ്. പല സാക്ഷികളെയും അവർ സ്വാധീനിച്ച് പിൻവലിപ്പിച്ചെങ്കിലും വീടിനകത്തുള്ള ആ സാക്ഷികളുടെ മൊഴി മാത്രം മതി. ഇദ്ദേഹം ചെയ്ത പ്രവൃത്തി നേരിട്ട് കണ്ടവരാണ്. അത് അവർ കോടതി പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഡ്രൈവറും അവിടുത്തെ വീട്ടിലെ ജോലിക്കാരും അവർ കാലുമാറിയില്ല. അവരെ സ്വാധീനിക്കാനും കഴിഞ്ഞില്ല. അവർ സ്നേഹിക്കുന്ന ഇളയ ആളെ ആണ് വെടിവെച്ച് കൊന്നത്. രഞ്ജു കുര്യനെ വീടിനകത്ത് വെച്ച് വെടിവെക്കുന്ന അവർ കണ്ടു. അവരുടെ മുതലാളിയാണ്, അല്ലെങ്കിൽ അവരുടെ ഓണറാണ്. അദ്ദേഹത്തിനെ വെടിവെച്ച് കൊല്ലുന്ന അവർ നേരിട്ട് കണ്ടതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ സഹോദരൻ മാത്യൂസ് കറിയ പൊട്ടംകുളത്തിനെ വെടിവെച്ച് വീഴ്ത്തുന്നതും കണ്ടു. തടസ്സം ചെയ്യാൻ പോയ അദ്ദേഹത്തിനെ എന്ന് പറഞ്ഞ് മാറിയില്ലെങ്കിൽ വെടിവെക്കുമെന്ന് പറഞ്ഞ് വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ഇതൊരു പ്രീ പ്ലാൻഡ് മർഡർ ആയതുകൊണ്ട് ഇതൊരു ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെ കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഉച്ചയ്ക്ക് നമുക്ക് അറിയാം അതിൻ്റെ വിവരങ്ങൾ.